വേദിയിലിരിക്കുന്ന SDPയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്രീ അൻവർ പഴഞ്ഞി, SDPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൽ, അതുപോലെ തന്നെ ഞാൻ കടന്നു വരുമ്പോൾ സ്വാഗതം ആശംസിച്ച SDPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ സാദിഖ് നടുത്തടി, ആം ആദ്മിയുടെ റിഷാദ് അരീക്കോട്, ജോൺസൺ നെല്ലിക്കുന്ന്, സാബിക് വെട്ടം, VTS ഉമർ തങ്ങൾ, അമീൻ ഹസൻ, വി പ്രഭാകരൻ തുടങ്ങി വേദിയിലിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ചരിത്രപരമായ ഒരു നിയോഗത്തിൻ്റെ വക്കിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയപരമായി SDPയുടെ ആദർശങ്ങളോടും ആശയങ്ങളോടും എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിൽ, ഏറ്റവും അനുയോജ്യമായ സന്ദർഭങ്ങളിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുള്ള ഒരു മനുഷ്യത്വപരമായ ഒരു കടമ കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ തൂക്കിയിട്ടുള്ള ബാനർ SDPയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ നിരുപാധികം മോചിപ്പിക്കുക എന്നുള്ള ഏറ്റവും മഹത്തായ ഒരു ആവേശകരമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മൾ നിൽക്കുന്ന മണ്ണിന് കൂടി പ്രത്യേകതയുണ്ട്. മുൻ പ്രാസംഗികൻ പറഞ്ഞതുപോലെ മലപ്പുറത്തിന്റെ മലയാള മണ്ണിന്റെ സ്വതന്ത്ര ദാഹത്തെ, സ്വാതന്ത്ര്യ സമര തീച്ചോലകളിൽ ആളിക്കത്തിച്ച മഹാന്റെ പേരുള്ള ഒരു സ്ഥാപനത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് ദേശീയ ഫാസിസ്റ്റുകളോട് നമ്മൾ ആവശ്യപ്പെടുന്നത് MK ഫൈസിയെ മോചിപ്പിക്കുക എന്നുള്ളത്. ഫാസിസം ഇന്നും ഇന്നലെയും കടന്നു വന്നതല്ല ഇന്ത്യ രാജ്യത്തിനകത്തേക്ക്. ഇപ്പൊ ഫാസിസ്റ്റുകൾക്ക് പുതിയ പുതിയ നിരൂപണങ്ങളും ഉണ്ടായിരിക്കുന്ന കാലഘട്ടമാണ്. ഈ റംസാൻ മാസത്തിൽ നോമ്പ് നോറ്റ് ഈ നല്ല ചൂടത്ത് MK ഫൈസി എന്ന നിങ്ങളുടെ നേതാവിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സഹന സമരത്തിന്റെ ഭാഗമായി ഇവിടെ കടന്നു വന്നിട്ടുള്ള SDP പ്രവർത്തകരെ പ്രശംസിക്കാതെ മറ്റൊരു വഴിയുമില്ല. രാജ്യത്ത് മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൽ അതിൻ്റെതായ സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്ന ഒരുപാട് പാർട്ടികളുണ്ട്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുൽ നാസർ മദനി എന്ന ഒരു മതപണ്ഡിതനെ ഫാസിസ്റ്റുകളുടെ തിട്ടൂരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചപ്പോൾ അന്ന് ഈ മെയിൻ സ്ട്രീം പൊളിറ്റിക്സുകാരിൽ കണ്ട ആവേശം ഇന്ന് എന്തേ കാണാൻ കഴിയാതെ പോയത്? ഉത്തരം വളരെ ലളിതമാണ്. രാജ്യത്തെ ഭരണകക്ഷിക്ക്, പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്ത്, അവരുടെ ആ ഭരണകക്ഷിക്ക് പ്രതിസ്ഥാനത്ത് ഒരാൾ ആവശ്യമാണ്. നമുക്കറിയാം, 65 വർഷക്കാലമായി കേന്ദ്രത്തിലെ ഗവൺമെന്റിനെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് കുറ്റപ്പെടുത്താനില്ലത്, വട്ടപൂജ്യമാണ് രാജ്യത്ത്. തിരുവനന്തപുരത്തിന്റെ തെരുവോരങ്ങളിൽ ഇതുപോലെ ചൂട് സഹിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിമാർ സമരം ചെയ്യുമ്പോൾ വളരെ നിഷ്പ്രയാസം അതിനൊരു പേര് നൽകിയിരിക്കുകയാണ്. SDPയുടെ വെൽഫെയർ പാർട്ടിയുടെ ആളുകളുടെ സമരമാണ്. എന്തായാലും നിങ്ങൾ, ഞാൻ സമ്മതിക്കുന്നു, ചെലവില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയുടെ പേരിൽ നിങ്ങൾക്ക് പരസ്യം കിട്ടിയത് ഒരു ചെലവും ഉണ്ടായിട്ടില്ല. അപ്പോ കാര്യങ്ങളെ അതിൻ്റെതായ പോസിറ്റീവ് അർത്ഥത്തിൽ കാണാതെ വെറും വീൺ വാക്കുകൾ ഇറക്കിക്കൊണ്ട് സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 70-75 വർഷമായ രാജ്യത്ത് ഫാസിസം കടന്നു വന്നിട്ട് പല കോലത്തിലാണ്. നോക്കൂ, നേരത്തെ പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ ചാവ എന്ന ഒരു ഹിന്ദി പടത്തിനകത്ത് രാജ്യത്തിന്റെ ഭൂതകാല ചരിത്രങ്ങളിൽ ഏറ്റവും സുവർണ കാലഘട്ടമെന്ന് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയ ഔറംഗസേബിന്റെ ഭരണകാലഘട്ടം, ലോക GDPയിൽ 25% ഇന്ത്യ മഹാഭാരതത്തിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ സംഭാവനയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ഔറംഗസേബിന്റെ കാലഘട്ടത്തെ ഒരു മുസ്ലിം മതപണ്ഡിതനായി പോയി, ഒരു മുസ്ലിം നേതാവായി പോയി, ഒരു മുസ്ലിം രാജാവായി പോയി എന്നുള്ളതിന്റെ പേരിൽ തമോവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചാവ എന്ന സിനിമ ഇറക്കിയത്. ഇപ്പൊ എന്താ അതിന്റെ അനന്തരഫലം? നാഗപൂര് കത്തിയരികയാണ്.
നാഗപൂരിലെ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളെ നിഷ്ഠൂരം മർദ്ദിക്കുന്നതിൽ ഭരണകൂടത്തിന്റെ പിണയാളുകളായ പോലീസും പട്ടാളവും വരെ രംഗത്താണ്. ഇങ്ങനെ ഫാസിസം അതിന്റെ എല്ലാ അർത്ഥങ്ങളിലും കടന്നു കയറിയിട്ടുണ്ട്. നമ്മുടെ വീട്ടുപടിക്കൽ കോളിംഗ് ബെല്ലിൽ, എന്റെയും നിങ്ങളുടെയും വീടിന്റെ കോളിംഗ് ബെല്ലിൽ എന്നാണ് ഫാസിസം വിരലമർത്തുക എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അത്രത്തോളം എത്തിയിട്ടുണ്ട് നമ്മുടെ അകത്തളങ്ങളിലേക്ക് വരെ ഫാസിസം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ രാജ്യം നേരിട്ട, ഈ രാജ്യത്തെ എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാന കാലം ഫാസിസമാണെന്ന് പല നേതാക്കന്മാരും പല രാജ്യങ്ങളുടെയും അനുഭവ പാരമ്പര്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാലോ, നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ ഒരു ജർമ്മൻ സാഹിത്യകാരന്റെ, ഒരു ജർമ്മൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു പ്രസ്താവനയെ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ആവേശപൂർവ്വം സോഷ്യൽ മീഡിയകളിൽ, ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, ട്വിറ്ററിലൊക്കെ പരസ്യപ്പെടുത്തുന്ന പരസ്യമുണ്ട്. അവരാദ്യം തേടി വന്നത് ജൂതനെ, അവർ പിന്നെ തേടി വന്ന കമ്മ്യൂണിസ്റ്റിനെ, പിന്നെ തേടി വന്ന മുസ്ലിമിനെ. അപ്പോഴൊക്കെ ഞാൻ മിണ്ടാതിരുന്നു, ഇനി അവർ എന്നെ എപ്പോൾ തേടി വരുമെന്ന ആശങ്കയിൽ. അങ്ങനെ ആശങ്കയുള്ള കമ്മ്യൂണിസ്റ്റുകാരനും ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വരേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. MK ഫാസി ഒരു വ്യക്തിയല്ല, MK ഫാസി ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തെ നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തി കോടതിയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ആ കുറ്റം എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാൻ ബാധ്യതയുണ്ട്. അതല്ലേ ജനാധിപത്യം. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റം എന്താണെന്ന് അറിയാൻ ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിലിലടച്ചതിനെ NCP എന്ന രാഷ്ട്രീയ കക്ഷികളും അതിലുപരി ഒരു മനുഷ്യാവകാശ പ്രവർത്തനത്തിലും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി SDPയുടെ ഈ യോഗത്തിന്, ഈ പ്രതിഷേധ ജാഥയ്ക്ക് എൻ്റെതായ എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്.